അതുകൊണ്ട് തന്നെ 57 പിന്നീട് ദേവികുള ഉപതെരഞ്ഞെടുപ്പ് വന്നു. ഉപതെരഞ്ഞെടുപ്പിൽ ചുമതല പാർട്ടി ചുമതല വന്നത് വി എസിനെ അവിടെ നിന്നെടുത്ത് കോട്ടയത്ത് ഇടുകയായിരുന്നു. അപ്പോൾ കോട്ടയാണത് ഈ പറയുന്ന ദേവികുളം. അപ്പോൾ അത് വി എസിൻ്റെ നേതൃത്വത്തിലാണ് അതിൻ്റെ പ്രവർത്തനം പിന്നെ നടന്നിരുന്നത്. എൻ്റെ സഹോദരനൊക്കെ അവിടെ ഇലക്ഷൻ വർക്കിന് പോയിരുന്നു. ഒരു അധ്യാപകനുണ്ടായിരുന്നത്. വേറെ അതിൻ്റെ കൂടെ വയ്ക്കത്തുനിന്ന് കുറേ കൂടുതൽ ആളുകൾ അന്ന് തിരഞ്ഞെടുപ്പ്. പക്ഷെ അതെല്ലാം വി എസ് തന്നെ ഇവരെല്ലാം നയിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അത് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ആ സമയത്ത് തന്നെ പാർട്ടിയുടെ കൂടുതൽ ചുമതലകളിലോട്ട് പുള്ളി വന്നു. സ്റ്റേറ്റ് നേതൃത്വത്തിലോട്ട് വന്നു. അതുപോലെ തന്നെ പിന്നീട് കേന്ദ്ര നേതൃത്വത്തിലോട്ടും വന്നു. ആ സമയത്ത് പിന്നെ പുള്ളി എല്ലാ വിഭാഗം ആളുകളുമായിട്ട് ബന്ധപ്പെടാനും അനുസരിച്ച് നിൽക്കാനും കഴിയും. കോട്ടയം ജില്ലയായിട്ട് പുള്ളിക്ക് ഈ പറഞ്ഞ പൂഞ്ഞാറിൽ തന്നെ 1-2 പ്രാവശ്യം, അതുകൂടാതെ തന്നെ ഈ കാർഷിക തൊഴിലാളി മേഖലയിലുള്ള പ്രശ്നങ്ങളും വന്നു. ഇതോടുകൂടി തന്നെ കോട്ടയം ജില്ലയുടെ ജനജീവിതത്തിൻ്റെ സ്വഭാവം പുള്ളി മനസ്സിലാക്കുകയും അങ്ങനെയുള്ളൊരു ബന്ധം പുള്ളി മൊത്തമായിട്ടുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനൊരു വിദ്യാർത്ഥി പ്രവർത്തകനായിട്ട് ജില്ലാ നിലവാരത്തിലോട്ടൊക്കെ ഉയർന്നു വരുമ്പോഴാണ് പിന്നെ പുള്ളിയെക്കുറിച്ച് മനസ്സിലാക്കി ബന്ധപ്പെടുന്ന സ്ഥിതി വന്നത്. സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള പ്രവർത്തന രംഗത്ത് വരുമ്പോഴാണ് കൂടുതൽ അടുക്കാനൊക്കെ ഇടവന്നിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ AISFൻ്റെ പ്രവർത്തകനായിരുന്നു ഞാൻ. അപ്പോൾ AISFൻ്റെ ആ പ്രവർത്തനത്തിൽ നടക്കുന്ന സമയത്ത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആശയപരമായ സമരശക്തിയായിട്ട് വന്നു. അത് VS വളരെ ശക്തിയായി തന്നെ ഒരു നിലപാടെടുത്ത ആളാണ്. ആ നിലപാട് ഇന്ത്യൻ ഭരണകൂടത്തെ വിലയിരുത്താനും അതുപോലെ തന്നെ പ്രത്യയശാസ്ത്ര രംഗത്ത് തിരുത്തിയൽവാദത്തിനെതിരെ നിൽക്കാനുമുള്ള ആശയം പാർട്ടിക്കുള്ളിൽ ഉയർന്നു വന്നു.